ഒരു പുഴയുടെ തീരത്ത് ഒരു വലിയ തണൽമരം നിൽപ്പുണ്ടായിരുന്നു. അതിന്റെ ഇലകളെല്ലാം നല്ല പച്ചക്കളറാണ്. ആ മരത്തിന്റെ മുകളിലാണ് കുഞ്ഞണ്ണാൻ താമസിച്ചിരുന്നത്. അവന്റെ പ്രധാനപ്പെട്ട വിനോദം മണ്ണ് വെച്ച് കളിക്കലാണ്. ഒരു ദിവസം അവൻ മണ്ണ് കൊണ്ട് ഒരു കട്ടയുണ്ടാക്കി. ആ മണ്ണാങ്കട്ട അവിടെ ഒറ്റയ്ക്കാണ് ഇരുന്നിരുന്നത്. അതുകൊണ്ട് അവൻ എപ്പോഴും വിഷമമായിരുന്നു. വേനൽക്കാലമായപ്പോൾ ആ മരത്തിന്റെ ഇലകളെല്ലാം കരിയിലകളാവാൻ തുടങ്ങി. പതിയെ പതിയെ അത് ഓരോന്നായി താഴേക്കും വീണു. ഒരു ദിവസം നല്ലപോലെ കാറ്റ് വീശിയപ്പോൾ ഈ ഇലകളെല്ലാം പറന്ന് ദൂരേക്ക് പോയി. അതിലൊരു ഇല മണ്ണാങ്കട്ടയുടെ അടുത്ത് വന്നിരുന്നു. മണ്ണാങ്കട്ട കരിയിലയോട് ചോദിച്ചു, നിനക്ക് എന്റെ കൂട്ടുകൂടാമോ? കരിയില പറഞ്ഞു, അതിനെന്താ, കൂടാമല്ലോ. അങ്ങനെ മണ്ണാങ്കട്ടയും കരിയിലയും തമ്മിൽ നല്ല കൂട്ടുകാരായി. മണ്ണാങ്കട്ട കരിയിലോട് പറഞ്ഞു, നമുക്കൊരു യാത്ര പുറപ്പെടാം. കരിയില സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേരും കൂടി യാത്ര തുടങ്ങി. പെട്ടെന്ന് യാത്ര പുറപ്പെട്ട് കുറച്ചു ദൂരം ചെന്നപ്പോ പെട്ടെന്നൊരു കാറ്റ് വീശി. കരിയില പറഞ്ഞു, ഞാൻ ഇപ്പോ പറന്നു പോകും. മണ്ണാങ്കട്ട പറഞ്ഞു, നീ പേടിക്കണ്ട, എനിക്ക് ഭാരമുണ്ട്, ഞാൻ നിന്റെ പുറത്ത് കയറിയിരിക്കാം. അങ്ങനെ മണ്ണാങ്കട്ട ഇലയുടെ പുറത്ത് കയറിയിരുന്നു. ഇല പറന്നു പോയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ കാറ്റെല്ലാം നിന്നു. അവൾ വീണ്ടും യാത്ര തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ കുറച്ചായി മഴ പെയ്യാൻ തുടങ്ങി. മണ്ണാങ്കട്ട പറഞ്ഞു, ഇപ്പോൾ തന്നെ വെള്ളമെല്ലാം എന്റെ മേത്ത് വീണ് ഞാൻ അലിഞ്ഞു പോകും. ഇല പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഒരു കുട പോലെ ഞാൻ നിന്നെ സംരക്ഷിക്കാം. അങ്ങനെ മണ്ണാങ്കട്ടയുടെ പുറത്ത് ഇല കയറിയിരുന്നു. അവർ രക്ഷപ്പെട്ടു. പിന്നീട് അവർ വീണ്ടും യാത്ര തുടങ്ങി. കുറച്ചു ദൂരം ചെന്നപ്പോൾ മഴയും കാറ്റും ഒരുമിച്ച് വരുന്നുണ്ട്. മണ്ണാങ്കട്ട പറഞ്ഞു, നമുക്ക് എവിടെയെങ്കിലും മാറി നിൽക്കാം. കരിയില പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് പരസ്പരം സംരക്ഷിക്കാൻ അറിയാമല്ലോ, നമുക്ക് യാത്ര പുറപ്പെടാം. പക്ഷേ പെട്ടെന്ന് വളരെ ശക്തമായി കാറ്റ് വീശി. അപ്പോൾ അവിടെയുള്ള എല്ലാ ഇലകളും പറന്നു. കൂട്ടത്തിൽ കൂടി മണ്ണാങ്കട്ടയുടെ പുറത്തിരുന്ന ഇലയും പറന്നുപോയി. മഴവെള്ളം വീഴാൻ തുടങ്ങിയപ്പോൾ മണ്ണാങ്കട്ട അലിഞ്ഞ് മണ്ണായും പോയി. ഇലയുടെ ആത്മവിശ്വാസം അധികമായി പോയതുകൊണ്ട് ആപത്ത് വന്നു ചേർന്നു. നമുക്ക് എല്ലാ കാര്യത്തിനും ആത്മവിശ്വാസം വേണം, പക്ഷെ അധികമാവാൻ പാടില്ല. അധികം ആത്മവിശ്വാസം ആപത്താണ് കേട്ടോ. അധികമായാൽ അമൃതും വിഷമാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നന്ദി കൂട്ടുകാരെ.